ബിഗ് ബോസ് സീസൺ 7 ഇന്ന് നടക്കാൻ പോകുന്ന എപ്പിസോഡ്, അതായത് എപ്പിസോഡ് 84 പറ്റി നമുക്കൊന്ന് സംസാരിച്ചാലോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മറ്റേ എപ്പിസോഡിൽ ഷൂട്ടിന് പോയിട്ട് അവിടെ കണ്ട കാര്യം എല്ലാം കൂടെ വന്നിരുന്ന് വിളമ്പാൻ പോവാന്ന്. എന്നാൽ അങ്ങനെയല്ല പ്രിയപ്പെട്ട ഏഷ്യാനെറ്റുകാരെ, നിങ്ങളും വിചാരിക്കരുത് എനിക്ക് അവിടുന്ന് ആരോ എല്ലാം ചോർത്തി തന്നിട്ട് ഞാൻ വന്നിരുന്ന് പറയാൻ പോവാന്ന്. അതുമല്ല, പുതിയ പ്രൊമോ ഇന്നലെ രാത്രിയിൽ വന്ന പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തോന്നിയടേ, അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ പ്രൊമോയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. ബാക്കി നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ആണല്ലോ. അപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ വരുന്നു, എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നു, ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണ്, ഇത് കഴിഞ്ഞ ആഴ്ചയിലെ ഒരു കാര്യം മാത്രം വെച്ചിട്ട് ഒരാളെ അല്ല, അവർ നമ്മുടെ ഷോയുടെ ഒരു ടോട്ടൽ അസസ്മെൻറ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പിടി കിട്ടിയോ? അതായത് നെവിനെ ഒന്ന് പേടിപ്പിക്കുക, മനസ്സിലായോ? നെവിനെ ഒന്ന് പേടിപ്പിക്കുന്നതുകൊണ്ട്, എന്നാൽ ബാക്കി എല്ലാവരോടും കൂടെ ഒന്ന് പറയുകയാണ്, അത് മാത്രം വെച്ചിട്ടല്ല. അതായത് കഴിഞ്ഞ ആഴ്ചയിലെ പരിപാടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നേരെ നോട്ടം നെവിനിലേക്ക് പോകും. അത്രയും കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തല്ലോ നമ്മുടെ നെവിൻ മോൻ. അപ്പോൾ എല്ലാവരുടെയും നോട്ടം അങ്ങോട്ട് പോകും. പക്ഷേ അത് മാത്രം വെച്ചിട്ടല്ല എന്ന് ലാലേട്ടൻ പറയുമ്പം നെവിന് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം, ഓ ഇത് മറ്റേ പറയാതെ പറഞ്ഞു, കാരണം അത് വെച്ചിട്ടാണ് ആൾക്കാരെടുത്ത് പുറത്ത് തട്ടുന്നത് എന്ന് വേണമെങ്കിൽ നെവിന് ചിന്തിക്കാം. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ അത് മാത്രം വെച്ചിട്ടായിരിക്കത്തില്ല, ചിലപ്പം മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ പോകും എന്നുള്ളൊരു സാധനം ബാക്കിയുള്ളവർക്ക് കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ലാലേട്ടൻ ആ ഒരു ഡയലോഗ്, അല്ലെങ്കിൽ ലാലേട്ടനെ കൊണ്ട് ആ ഒരു ഡയലോഗ് പറയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രണ്ട് രീതിയിലെടുക്കാം. അതായത് ഒന്ന്, അനുമോളുടെ കേസ് നിങ്ങൾ നോക്കിയാൽ മതി. അനുമോൾക്ക് പണ്ട് തൊട്ടേ കുറേ ഫാൻസ് ഉണ്ട്. അതായത് ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട്, അതിന് മുമ്പ് ഫാൻസ് ഉണ്ട്, അവരിൽ ഭൂരിഭാഗം തന്നെ ആയിരിക്കും ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ അനുമോളെ 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 എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നത്. അപ്പോൾ അവർക്ക് അനുമോളെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അനുമോളെ തന്നെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് ഈ ഗെയിം മനസ്സിലാക്കിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗെയിം മനസ്സിലാക്കിയിട്ട് നിൽക്കുന്നവർ, ആൾക്കാരെ സ്നേഹിക്കുന്നവർ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ആൾക്കാർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരുകൾ മാറിക്കൊണ്ടിരിക്കും. കാരണം ഓരോ ദിവസവും ഗെയിം ഡിഫറെൻ്റ് ആണ്. ഇന്നിപ്പം നമ്മുടെ എക്സാമ്പിൾ ആര്യനെ തന്നെ എടുത്തു. ഇന്ന് ഈ ഒരാഴ്ച ആര്യൻ അടിപൊളിയായിട്ട് നിന്നു, അടുത്ത ആഴ്ച അവൻ ഭൂലോക വെറുപ്പിക്കും. ചിലപ്പം ഈ കാണുന്ന, ഇപ്പം ഞാൻ കാണുന്നു, എനിക്ക് ഈ ആഴ്ച ആര്യൻ്റെ ഗെയിം അടിപൊളിയായിട്ട് തോന്നി, ടാസ്കിലും അടിപൊളിയാണ്, ഗെയിം അവൻ അടിപൊളിയാണ്, ഭയങ്കര നീറ്റായിട്ട് നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവനോട് ഇഷ്ടം തോന്നും. ചിലപ്പോൾ അടുത്ത ആഴ്ച അവൻ ഭൂലോക വെറുപ്പീരും ടാസ്കും കുളവാക്കി നടക്കുന്ന ഒരുത്തനാണെങ്കിൽ നമുക്ക് അവനെ വെറുപ്പ് തോന്നും, അപ്പം നമ്മൾ വോട്ട് കുത്തത്തില്ല. ഇത് രണ്ട് കാര്യമുണ്ട്. ഈ അനുമോളുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ആദ്യം തൊട്ടേ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, അവരൊരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. അനുമോൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ചേഞ്ച് ആവത്തില്ല, അവരിങ്ങനെ ഇരിക്കും. ഞാൻ അവരെ കുറ്റം പറയുമൊന്നുമല്ല, പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. അതിനെ ഗെയിമായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അവിടെ വരെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദിലയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആദിലയ്ക്കാണ് ഒരു ചാൻസ് കൊടുക്കുന്നത്. ആദിലെ മോള് പറ, ഇതിൽ നിന്ന് ഒരാളെ സേവ് ചെയ്യാൻ മോക്കൊരു ചാൻസ് കിട്ടിയാൽ മോൾ ആരെ സേവ് ചെയ്യും എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഉടനെ ആദില എടുത്ത വായിൽ, ഞാൻ നൂറയുടെയും അനുമോളുടെയും പേര് പറയും ലാലേട്ട എന്ന് പറയുന്നുണ്ട്. 3 പെൺകുട്ടികൾ ആണ് ഇപ്പോൾ സീസണിലുള്ളത്. ആ 3 പേരും നല്ല കട്ട ചങ്കുകളെ പോലെയാണ് നിൽക്കുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അറിയത്തില്ല പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു സ്നേഹം ഇവരുടെ 3 പേരുടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നൂറെ കാണുന്ന പോലെ, അല്ലെങ്കിൽ നൂറ പാർട്ണറാണ്, അനുമോളെ നല്ലൊരു ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, അനുമോളെ പല സമയത്തും ഓപ്പോസിറ്റ് നിന്ന് എതിർത്തിരുന്ന 2 പേര് തന്നെയാണ് ആദിലെ നൂറെ. അതിപ്പോഴും അവർ പറയാറുണ്ട്, പല ഐഡിയോളജി, പല കാര്യങ്ങൾ അനുമോളുടെയും അവർക്ക് യോജിക്കാൻ പറ്റാറില്ല എന്ന് വെച്ചിട്ട് സുഹൃത്തുക്കളായിട്ടുള്ള ഒരു സാധനം അവരുടെ ഇടയ്ക്ക് എപ്പോഴും ഉണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ ആദില പറയുന്നുണ്ട്, എനിക്ക് 2 പേരെ സേവ് ചെയ്യണം. ഉടനെ ലാലേട്ടൻ പറയുന്നുണ്ട്, അതൊന്നും നടക്കൂല മോലെ, ഒരാളുടെ പേര് നീ പറ എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്, അല്ല പ്രൊമോയിൽ നമ്മൾ കാണുന്നത്. എപ്പിസോഡ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, ലാലേട്ടൻ അത് ചോദിക്കുമ്പോഴും ചിലപ്പോൾ 2 പേരുടെയും പേര് തന്നെ പറയാനാണ് സാധ്യത, അല്ലെങ്കിൽ നൂറയുടെ പേര് പറയും. ഒരിക്കലും അനുമോളുടെ പേര് മാത്രമായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനീഷേട്ടനോട് ചോദിക്കുന്നു, അനീഷ് പറയും മോനെ, നീ ആരുടെ പേരാ പറയുന്നത്, ആരെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്? അനീഷ് അപ്പം കൂടുതലൊന്നും പറയാനൊന്നുമില്ല അനീഷിന്. അനീഷ് പറയുന്നത് നൂറെ സേവ് ചെയ്യണം. അനീഷ് ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അനീഷ് ബുദ്ധിപൂർവ്വം അത് പറഞ്ഞത്. അപ്പം അനുമോള് ഈ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു
ഒരു ചെറിയൊരു അറ്റാച്ച്മെന്റ് അനുമോളോടുണ്ട് അനീഷേട്ടന്. പക്ഷെ അനീഷേട്ടൻ എപ്പോഴും ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നുണ്ട്. അതാണ് പുള്ളി നൂറയുടെ പേര് പറയാൻ കാരണം. ഇല്ലെങ്കിൽ പുള്ളിക്ക് അനുമോളുടെ പേര് പറയാം. കാരണം നല്ല രീതിയിൽ രണ്ടുപേരും തമ്മിലൊരു ബോണ്ട് ഉണ്ട്. രണ്ടുപേർക്ക് എന്തോ അനീഷേട്ടൻ ഒരു കെയർ ഒക്കെ കൊടുക്കാറുണ്ട്, തിരിച്ചും കിട്ടാറുണ്ട് അനീഷേട്ടൻ ആ കെയർ അനുമോളുടെ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അനീഷേട്ടനും അങ്ങോട്ടൊരു ഇഷ്ടം, അത് വേറെ തരത്തിലൊന്നും എനിക്ക് പറയാനൊന്നും ഇല്ല കേട്ടോ, അങ്ങനൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്തോ ഒരു സ്നേഹം പുള്ളിക്കുണ്ട്, ഒരു ഇത്തിരി എന്താണ് അതിന് പറയുന്നത്, ഒരു അങ്ങനൊന്നും പറയരുത്, ഒരു ഫേവറിറ്റിസം വേണമെങ്കിൽ അവളോട് ചിലപ്പം അനീഷേട്ടൻ ഫേവറിറ്റിസം അനീഷേട്ടൻ കാണിക്കും. എനിക്കത് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് തോന്നും പുള്ളി ഇച്ചിരി അനുമോളുടെ ഇടയ്ക്ക് ഒരു ചെറിയ ഫേവറിറ്റിസം ഉണ്ടെന്ന്. പക്ഷെ ചിലപ്പോൾ തോന്നും പുള്ളി ഭയങ്കര ഗെയിമിംഗ് മെന്റാലിറ്റിയിൽ മാത്രമാണ്. ഇപ്പൊ തന്നെ അനുമോളുടെ പേര് പറഞ്ഞില്ല, നൂറയുടെ പേരാ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ആഴ്ച ഗംഭീരമായിട്ട് ടാസ്കിലൊക്കെ മുന്നേറിയ ഒരാളാണ് നൂറ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ബുദ്ധിപരമായിട്ട് നൂറയുടെ പേര് പറഞ്ഞു. കാരണം നൂറയുടെ പേര് വേണം പറയാൻ, അതാണ് കറക്റ്റ്. ഇപ്പൊ വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അതൊരു ഗെയിമിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഫേവറിറ്റിസം കാണിക്കുന്നതാണ് കൈപ്പോവും. മനസ്സിലായില്ലേ? ഇത് ഗെയിമിനകത്തുള്ള ഒരു ഫേവറിറ്റിസമായിട്ട് എനിക്ക് പറയാൻ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കാണുന്നത് അങ്ങനെയാണ്. പ്രോപ്പറായിട്ടാണ് നൂറയുടെ പേര് പറഞ്ഞത്, വേറെ ആരുടെയും പേരല്ല അവിടെ പറയേണ്ടത്. മനസ്സിലായില്ലേ? അക്ബറിന്റെ പേരോ എന്തിന് സ്വന്തം കൂട്ടുകാരൻ മിത്രമായിട്ടുള്ള ഷാനവാസിന്റെ പേര് പോലും പറഞ്ഞില്ല. അതിന്റെ ആവശ്യമില്ല. ഗെയിമാണ് അനീഷ് അവിടെ കളിച്ചത്, പ്രോപ്പറായിട്ടുള്ള ആളുടെ പേര്, അതും പ്രോപ്പർ ഗെയിം, ഉടായ്പ ഗെയിം അല്ല. ഉടായ്പ ഗെയിം അനീഷ് കളിക്കാറുണ്ട്, ഇല്ലാത്ത വ്യക്തിയൊന്നും അല്ല അനീഷ്. അനീഷിൻ്റെയിലും ഉടായ്പും കള്ളത്തരവും ഒക്കെ ഉണ്ട്. അത് ഗെയിമിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് പുള്ളി കാണിക്കുന്ന പരിപാടികളാണ്. പക്ഷേ ലാലേട്ടൻ നിൽക്കുമ്പോൾ ലാലേട്ടൻ ചോദിച്ചതിനുള്ള ഉത്തരം അത് വ്യക്തമായിട്ട് കറക്റ്റായിട്ടാണ് അനീഷ് പറഞ്ഞത്. നൂറയാണ്. മനസ്സിലായില്ലേ? നൂറ സേവ് ആവണം, ഡയറക്റ്റ് ഫിനാലയിലേക്ക് എത്തുകയും ചെയ്യും. എത്തട്ടെ, അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾ തന്നെയായിരുന്നു നൂറ അതിനുള്ള ഗെയിമറും ആയിരുന്നു. ഇടയ്ക്ക് മാത്രം വീക്കായി പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആദിലേനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് നൂറ ഡൗൺ ആയി പോകുമായിരുന്നു. മനസ്സിലായില്ലേ? ഇതെപ്പോഴും ഇവരുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരൊറ്റ ഒരു പാരലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങിക്കൊണ്ടിരിക്കും, പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കും ഇവര്. മനസ്സിലായില്ലേ? നൂറ ഒന്ന് കയറി വന്നു. ഇപ്പൊ ഈ ആഴ്ച ടാസ്ക് നിങ്ങൾ നോക്കിയാൽ മതി, ഗംഭീരമായിട്ടാണ് നൂറ ഉയർന്നത് ടാസ്കിന്റെ കാര്യത്തിൽ. പക്ഷെ ഗെയിം ലൈക്ക് ഒരു മൈൻഡ് ഗെയിം, അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുക, ഒച്ച ബഹള, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാലും ഒരു പൊടിക്ക് കൂടുതൽ നിൽക്കുന്ന നൂറ തന്നെയാണ്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ അതിൽ ഒരുപാട് അങ്ങ് താന്നു പോയില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇത് ചില സമയത്ത് നൂറയുടെ കാര്യത്തിൽ സംഭവിക്കാറില്ല. അതിലെ അങ്ങോട്ട് കത്തിക്കയറുമ്പോൾ നൂറ ഡൗൺ ആയി പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആകെ ഈ ഒരാഴ്ചയാണ് ഞാൻ കണ്ടത് നൂറ ടോപ്പിൽ പോയിട്ടും അതിലെ ഒന്ന് കൂടെ പിടിച്ചു നിന്നു. ഒരുപാട് അങ്ങ് പോയില്ല, സാധാരണ മൊത്തത്തിൽ പോകേണ്ടതാണ്, പക്ഷെ അങ്ങനെ പോയിട്ടില്ല, പിടിച്ചു നിപ്പുണ്ട്. പിന്നെ സേവായി, ഓഫ്കോഴ്സ് സേവായി. മനസ്സിലായില്ലേ? ഈ ആഴ്ച നോമിനേഷനിൽ ഇല്ലായിരുന്നു. അതൊക്കെ അതിലേക്കും നൂറയ്ക്കും അവർക്ക് എന്തോ കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കപ്പിൾ ഇത്രയും വരെ വരുന്നത് വന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല ഇത്രയും വന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനകത്ത് നൂറയുടെ പങ്ക് വളരെ വലുത് തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ അനീഷേട്ടൻ നൂറയുടെ പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സാബുമാൻ്റെ അടുക്ക ചോദിക്കുന്നതാണ് നമ്മുടെ പ്രൊമോയിൽ കാണുന്നത്. സാബുമാന് പിന്നെ എല്ലാം ലാലേട്ട ടഫാണ്, ലാലേട്ട ഭയങ്കര ടഫാണ്. എന്താണ് സാബുമാന് ടഫ് അല്ലാത്തതുള്ളത്? എനിക്കറിയത്തില്ല. സാബുമാന് എല്ലാം ടഫാണ്. സത്യം പറഞ്ഞാൽ ഡിസേർവിങ് അല്ലാതെ എന്നാൽ ആർക്കും ഒരു ഉപദ്രവകാരിയൊന്നുമല്ല സാബുമാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. എന്തിനാ കാണുന്ന നമുക്ക് പോലും ഒരു പരിധിയിൽ കൂടുതൽ പ്രശ്നമില്ല. നമുക്ക് പുള്ളി അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ചിരിമുത്ത് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഡിസേർവിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഗെയിം ഇപ്പം ഈ നിൽക്കുന്ന നിപ്പൊക്കെ വെച്ചിട്ട് തീരെ ഡിസേർവിങ് അല്ല. പുള്ളിയെക്കാട്ടിലും ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾ, ഗെയിം കളിക്കുന്ന ആളുകൾ, അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഗെയിമിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പുള്ളിയെക്കാട്ടിലും അവിടെ നിൽക്കാൻ ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, കൂടുതലൊന്നും ചിന്തിക്കണ്ട. ജിസൈൽ എന്തുകൊണ്ടും അവിടെ നിൽക്കാൻ അർഹനല്ലേ? പിന്നെ ഇന്നിപ്പം പുറത്തു പോകാൻ പോകുന്നത് ആരാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ പല ഗസ്സുകളുണ്ടല്ലോ, അങ്ങനെ എനിക്ക് പല പേരുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അതിപ്പോൾ ആരും ആയിക്കൊള്ളട്ടെ, സാബുമാനെക്കാട്ടിലും എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ഒരാളാണ് ഇന്ന് പുറത്തു പോകാൻ പോകുന്നത്, അത് ഉറപ്പായിരിക്കും. കാരണം ഇപ്പം അതിനകത്ത് നിൽക്കുന്നതിനകത്ത് ഭയങ്കര വീക്കാണ് സാബുവിന് പ്രത്യേകിച്ച് കോണ്ടന്റുകളില്ല. ആകെ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത് അക്ബറിൻ്റെ നെവിൻ്റെയൊക്കെ ഈ മാനിപ്പുലേഷനിൽ പോയി വീഴുക, അവരുടെ കഥകൾ കേൾക്കുക, പിന്നെ ഏതോ ഒരു മൊമെന്റിൽ വെച്ചിട്ട് ഓക്കെ ഇവന്മാർ ഉടായിപ്പാണെന്ന് മനസ്സിലാക്കി ഇപ്പറേ അതിലോട് മനീഷേട്ടനോടും ഒക്കെ പറയുക, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ കണ്ടന്റോ വലിയ ഗംഭീര ഗെയിമോ ഒന്നും സാബുമാൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഇതുവരെയായിട്ടും, ആ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് കുറച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോഴും ഗംഭീരമായിട്ട് ആക്റ്റീവായെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ അത് ആ ക്യാപ്റ്റൻസി കഴിഞ്ഞപ്പോൾ അതേപോലെ ഈ നമ്മുടെ നെവിൻ പറയുന്ന പോലെ പട്ടം പോലെ
പോയി. കയർ വിട്ടുപോയ വട്ടമില്ലേ, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബുമാൻ്റെ അവസ്ഥ. പിന്നെ നെവിനിലേക്ക് വരികയാണെങ്കിൽ ഈ ആഴ്ച നമുക്ക് നെവിൻ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല, നെവിൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗംഭീര കണ്ടന്റ് ഉണ്ടാക്കിയ ആളാണ്. അനിമോളെ വെറുക്കുന്നവരും ഷാനവാസിനെ എവിടെയെങ്കിലുമൊക്കെ ഇഷ്ടമല്ലാത്ത ആൾക്കാരും എല്ലാവരും ഉറപ്പായിട്ടും വോട്ട് കുത്തും. എന്തിനാ ബാക്കിയുള്ളവരുടെ ഫാൻസ് പോലും ചിലപ്പോൾ നെവിന് വോട്ട് കുത്തിയേക്കും, കാരണം എൻ്റർടൈനർ അല്ലേ എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എൻ്റർടൈനർ ആയിരുന്നു, പക്ഷേ വെറുപ്പിച്ചു അങ്ങനെ അറ്റം എത്തിച്ചെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആഴ്ച സേവ് ആവും, പക്ഷെ ഫൈനൽ 5 എത്തുമോ നെവിൻ? നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫൈനൽ 5 നെവിൻ എത്തുമെന്ന്? അതുപോലെ തന്നെ അനിമോൾ എത്തുമോ? പറ, നിങ്ങൾ പറ. അക്ബർ, ഈ പോളുകൾ കാണുന്നുണ്ട്, പല പോളുകൾ ഞാനിപ്പോൾ കാണുന്നുണ്ട്, ആരായിരിക്കും ജയിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബിലെ തന്നെ പല പോളുകൾ. അതിനകത്തൊക്കെ ഏറ്റവും വോട്ട് കുറവ് അക്ബറിനാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നിട്ടും അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. അക്ബറിനെക്കാട്ടിലും ഒരുപാട് പോളുകളിൽ മുന്നിൽ നിന്ന ആളുകൾ പോയി. എനിക്ക് ആ കളി അങ്ങോട്ട് പിടികിട്ടുന്നില്ല, അതെങ്ങനെയാണെന്ന്. ഒരു സൈഡിൽ കുറേ ആളുകൾ പറയുന്നത് കേട്ടു അക്ബറിന്റെ ഫ്രണ്ടാണ് ഷോ ഡയറക്ടർ, അതിൻ്റെ പുറത്താണോ നിൽക്കുന്നത് എനിക്കറിയത്തില്ല. പറയുന്നു, പല കഥകൾ ഇങ്ങനെ കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഫൈനൽ 5 എത്തിയാൽ പോലും ഒരു നാണം കെട്ട എത്തലാണെന്നേ പറയാൻ പറ്റുള്ളൂ. പുറത്തിറങ്ങി കഴിയുമ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ. പക്ഷേ ഞാൻ പറയും അക്ബർ ഉണ്ട് കേട്ടോ, ഗെയിമുണ്ട്, ഇല്ലാതൊന്നുമല്ല. ഒരു ബീം ബാഗിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങി കളിക്കുന്നുണ്ട്, പോയിന്റ് പറയേണ്ട സമയത്ത് പോയിന്റ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ ഈ ആഴ്ച ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ, ഇന്നലത്തെ എപ്പിസോഡിൽ മാത്രമാണ് പ്രത്യേകിച്ച് വലിയ അനക്കമൊന്നും അക്ബറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാഞ്ഞത്. കാരണം അക്ബറിന് ഒരുപാട് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. കാരണം നെവിനെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ടീമിലെ 3 അംഗ കണ്ണികളല്ലേ, അപ്പൊ അതിനകത്ത് ഒരുത്തൻ ഇത്രയും തെമ്മാടിത്തരം ചെയ്യുന്നു, മറ്റവൻ അത് കണ്ട് കൈ കൊട്ടുന്നു, അതിനെ ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നു. ആ സമയത്ത് അക്ബറിന് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല, പിടികിട്ടില്ല. അങ്ങനെ ഒരു ചെറുതായിട്ട് ഈ ആഴ്ച മാത്രം ഒന്ന് പാളി നിൽക്കുന്ന ഒരാളാണ് അക്ബർ. ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല രീതിയിൽ പോയിന്റ് പറഞ്ഞു നിന്ന ഒരാളാണ് അക്ബർ. സോ അതുകൊണ്ട് വോട്ടുകൾ കാണാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെവിൻ എനിക്കറിയത്തില്ല, അക്ബറിനെ പറ്റി നിങ്ങൾ പറ. ആര്യൻമോൻ്റെ കാര്യം എന്താവും എനിക്കറിയത്തില്ല, ഒരു പിടുത്തവും ഇല്ല ആര്യൻമോൻ്റെ കാര്യമൊക്കെ എന്താവുമെന്ന്. പിന്നെ ആദില നൂറ, ഈ ആഴ്ച ആദില സേവായി, അടുത്ത ആഴ്ച ആദില സേവ് ആകുമോ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ആദില സേവ് ആകുമോ എനിക്കറിയത്തില്ല. അനീഷേട്ടൻ പറയാൻ പറ്റത്തില്ല, നിങ്ങൾ തന്നെ പറ. താഴെ കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ അതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.